വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ടീനേജ് തൊട്ട് നമ്മൾ ഗേൾസ് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഫേഷ്യൽ ഹെയർസ് എന്ന് പറയുന്നത്. ആ ഒരു ടീനേജ് ഒരു എന്താ പറയുക, നമുക്കൊരു 18 ഇയേഴ്സ് വരെ നമുക്ക് ഓക്കെയാണ്, നമ്മളത് റിമൂവ് ചെയ്യില്ല, നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. പക്ഷെ ഒരു കോളേജിലേക്ക് കടന്നു കഴിയുമ്പം നമ്മൾ ഈ മീശ, കുഞ്ഞു കുഞ്ഞു മീശ, അതുപോലെ തന്നെ ഈ താടിയുടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെടില്ല. എല്ലാവരും നമ്മളെ കളിയാക്കുകയൊക്കെ ചെയ്യും. ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും. ചിലവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും, ചിലവർക്ക് ഒരു മീഡിയം ലെവലായിരിക്കും, ചിലവർക്ക് തീരെ കാണില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല, അത്രയും ഡാർക്ക് സ്റ്റേഡിലായിരിക്കില്ല രോമങ്ങൾ എന്ന് പറയുന്നത്. അത് റിമൂവ് ചെയ്യാനായിട്ട് ഇന്ന് ഒരുപാട് ടെക്നിക്സ് അവൈലബിൾ ആണ്. വാക്സിങ്ങും ത്രെഡിങ്ങും ലേസേഴ്സ്, റേസേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കിത് ബെസ്റ്റായിട്ട് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ട് പെയിൻലെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വരുന്നത്. ചിലപ്പോൾ ഇത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതുമായിരിക്കാം, എന്നാൽ കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടായിരിക്കും. സോ അവരിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാനും ഇതെല്ലാം പരീക്ഷിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വാക്സിങ് ചെയ്തു. എനിക്ക് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടില്ലായിരുന്നു. എനിക്ക് മുഖത്ത് നല്ല റെഡ്നെസ് വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാൻ ത്രെഡ് ചെയ്തു. അതും ഒരു രക്ഷയില്ല. അപ്പർ ലിപ്സൊക്കെ ത്രെഡ് ചെയ്യാന്ന് പറയുമ്പോൾ ചെയ്തിട്ടുള്ളത് അറിയാം, ഭയങ്കര പെയിൻഫുള്ളാണ്. കുഞ്ഞു കുഞ്ഞു കുരുക്കൾ എനിക്ക് വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാൻ ബ്ലീച്ച് ചെയ്തിട്ടുണ്ട്. അത് സ്കിന്നിന് ഒട്ടും കൊള്ളില്ല. ഇപ്പോഴും ആരെങ്കിലും ബ്ലീച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്ത സംഭവമാണ് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഫേഷ്യൽ റേസേഴ്സ്. കുഞ്ഞ് റേസേഴ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പം ഞാനും നല്ല ബ്രാൻഡിൻ്റെ നോക്കി റേസേഴ്സ് വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്തു. ഞാനത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോട്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ക്രീമിൻ്റെ ആയിരിക്കും എനിക്ക് കുരുക്കൾ വരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ എഗെയിൻ അത് കണ്ടിന്യൂ ചെയ്തു. കുറേ വർഷങ്ങളോളം ഞാൻ കണ്ടിന്യൂ ചെയ്തു. എന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ റേസർ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പം ഞാൻ പുതിയ റേസർ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുതിയ റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഗെയിൻ എനിക്ക് കുരുക്കൾ വരുന്നുണ്ട്. ഞാൻ ആകെപ്പാട് ഒരു റേസർ 3 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു 3 പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടില്ല, ഒരു റേസർ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എന്നിട്ട് എനിക്ക് കുരുക്കൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമല്ല, റേസർ എനിക്ക് അലർജി ഉണ്ടാക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളും കുറേ പേര് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? റേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബംസ് വരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റേസേഴ്സ് അലർജിയാണ്. ഫേസിൽ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അതിന് ഇൻകൺവീനിയൻ്റ് ആണ്. കാരണം നമ്മൾ റേസേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജെല്ലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് റേസേഴ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇമ്മീഡിയറ്റ്ലി നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണം. റേസേഴ്സ് നല്ലൊരു സൊല്യൂഷനേ അല്ല. നമ്മൾ മുഖം ആദ്യം കഴുകണം, പിന്നെ എന്തെങ്കിലും ഒരു ജെൽ അപ്ലൈ ചെയ്യണം, എന്നിട്ട് റിമൂവ് ചെയ്ത് നമ്മൾ ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്ത് കംപ്ലീറ്റ്ലി ചെയ്തതിന് ശേഷം ഒന്നും കൂടെ മുഖം വാഷ് ചെയ്ത് പ്രെപ്പ് ചെയ്യണം. അപ്പോൾ എനിക്കെപ്പോഴും വേണ്ടത് പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് ആണ്. അതും പെയിൻലെസ് ആവാനും പാടില്ല. എത്ര കുഞ്ഞു കുഞ്ഞു ബ്ലേഡാണ്, വളരെ സോഫ്റ്റ് ബ്ലേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തതിൽ മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് അത് അബ്രേഷൻസ് എന്ന് പറയും, ചെറിയ പോറിൽ നമ്മുടെ മുഖത്ത് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ റേസേഴ്സ് എത്ര കുഞ്ഞത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറേ പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, എന്നാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമായിരിക്കും കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഇലക്ട്രിക് ഫേഷ്യൽ ട്രിമ്മർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. അപ്പം ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ബാഗിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ ബാഗറ്റിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ളതാണ്. കുറേ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബാറൂൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഇലക്ട്രിക് റേസറാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഭയങ്കര സെമി സൈസ്ഡാണ്. നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത് റിമൂവ് ചെയ്യുക. ഇവിടെയാണ് അതിൻ്റെ ബ്ലേഡ് വരുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ നല്ലൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് പെയിൻലെസ് ആണ്. ഇമ്മീഡിയറ്റ്ലി ഇപ്പം നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോവാണ്, ജസ്റ്റ് നമ്മുടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു മീശ നമ്മൾ കണ്ടു, പെട്ടെന്ന് നമുക്ക് എടുക്കുക, ഓൺ ആക്കുക, റിമൂവ് ചെയ്യുക. നല്ലതായിട്ട് അതായത് കറക്റ്റായിട്ട് ക്ലീൻ ഷേവ് ചെയ്തതുപോലെ തന്നെ റിസൾട്ടാണ് കേട്ടോ. പക്കയായിട്ട് നമ്മുടെ കുഞ്ഞു രോമമാണെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ 3 ബട്ടൺസ് ആണുള്ളത്. അതിൽ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ലൈറ്റ് തെളിഞ്ഞിട്ട് അത് ഓൺ ആകും കേട്ടോ. ബ്ലേഡ് കറങ്ങുന്നൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. തിരിച്ച് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നടുക്കത്തെ ഉള്ളത് ഓഫ് ബട്ടൺ ആണ്. പിന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് തുറക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലാണ്. അപ്പം ഇതേപോലത്തെ നമ്മുടെ ഒരു AA ബാറ്ററി യൂസ് ചെയ്യുവാണെങ്കിൽ
നമുക്ക് കുറേ നാളത്തേക്കുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൺവീനിയൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ബാറ്ററി മതി കുറേ നാളത്തേക്കുണ്ട്. ഏകദേശം 6 മന്ത് കൂടുതലുണ്ട് നമുക്കിത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 1 ഇയറോളായി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് റിവ്യൂ പറയുന്നത്. അത്രയും അടിപൊളിയാണ്. നമുക്കിതിങ്ങനെ തിരിച്ച് കയറ്റി വെച്ച് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ടക്കായിട്ട് സ്റ്റഡി ആയിട്ട് ഇരുന്നോളും. നമ്മൾ എഗെയിൻ തിരിക്കുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള സ്വിച്ചാണ് ഓൺ ആക്കാൻ. ഒരു വര പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങോട്ടേക്കാണ് ഓൺ ആവുന്നത്. അപ്പം നമ്മുടെ ലൈറ്റും തെളിയും, അത് വർക്കിംഗ് ആകും കേട്ടോ. ഇനിയിപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് ചെയ്തും കൂടെ കാണിക്കാം. ഞാൻ റീസെൻ്റ്ലി ഇന്നലെയാണ് ഒന്ന് ചെയ്തത് കേട്ടോ. അപ്പം എനിക്ക് അധികം നമുക്ക് ആ മീശയൊന്നും കാര്യമായിട്ട് കാണില്ല. എന്നാൽ ഞാൻ നിങ്ങളെ റിമൂവ് ചെയ്ത് കാണിക്കാം. പക്കായിട്ട് കംപ്ലീറ്റ്ലി ആയിട്ട് പോകും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ട്. ഞാൻ റീസെൻ്റ്ലി ചെയ്തതാണ് കേട്ടോ. എനിക്ക് വീക്കിലി ഒരു 2 എങ്കിലും ചെയ്യണം. എനിക്ക് അതുപോലെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. ചിലവർക്കൊക്കെ വീക്കിലി 1 ചെയ്താൽ മതി, ചിലവർക്ക് ഒരു 2 വീക്സ് കൂടുമ്പോൾ ചെയ്താൽ മതി. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെറുതായിട്ടത് ട്വിസ്റ്റ് ചെയ്ത് ഓണാക്കും. ഈ ഒരു ഡ്രെന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. അപ്പം കണ്ടോ, കംപ്ലീറ്റ്ലി അത് റിമൂവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ വളരെ പെയിൻലെസ് ആണ്. നമുക്ക് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഞാനിത് ഇതെങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഹെയർ റിമൂവ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് കൂടെ കാണിച്ചു തരാവേ. ഇനി ഇതിനകത്ത് ഹെയർ വന്ന് അടിയുന്ന സ്ഥലം എന്ന് പറയുമ്പം ഇങ്ങനെ നമ്മൾ ഇതുണ്ട്, ഇവിടെ ഒരു മാർക്കിംഗ് കണ്ടോ, ഇത് പിടിച്ച് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഹെയർ കാണാം, ഇവിടെ നമുക്ക് ഹെയർ കാണാം. ഇത് ഞാൻ റിമൂവ് ചെയ്യുന്നത് ബഡ്സ് വെച്ചിട്ടുണ്ട്. ബഡ്സ് വെച്ചിട്ട് ഇതിനകം ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ. ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മുഖത്ത് അധികം രോമം ഒപ്പം ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക മതി, നമുക്കിങ്ങ് പോരും. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളെ ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ബ്രഷ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ബഡ്സ് തന്നെയാണ് കേട്ടോ. അതേപോലെ ഇവിടെ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കിങ്ങ് പോരും. അതേപോലെ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് സ്വൈപ്പ് ചെയ്തൊന്ന് തൂത്ത് കളഞ്ഞാലും മതി, സംഭവം ഇങ്ങ് പോരും കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനും പറ്റും. തിരിച്ച് നമ്മൾ അതേപടി അതിൻ്റെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ടക്കടിക്കാനും കൂടെ പറ്റും കേട്ടോ. അപ്പോൾ അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് എല്ലാവരുടെയും വാലറ്റിൽ വേണം എന്ന് ഞാൻ പറയും. നിങ്ങൾ ഇപ്പോഴും ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യുന്നതാണ്, കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അത് അത്രയും നല്ലതല്ല. ഇതൊരു സാധനം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം ഒരു 9 to 10 years നിങ്ങൾക്ക് തിരിഞ്ഞ് നോക്കുക പോലും വേണ്ട. നല്ലൊരു കമ്പനിയുടെ നിങ്ങൾ വാങ്ങണമെന്നുള്ളൂ. ഞാൻ വാങ്ങിച്ചത് ബാരൂൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഞാൻ വാങ്ങിച്ചതിൻ്റെ. ഇത് മസ്റ്റായിട്ടും എല്ലാവരും വാലറ്റ് വേണമെന്ന് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അത്രയ്ക്കും നല്ല റിസൾട്ടാണ്. നമ്മൾ ഒരു മോയ്സ്ചറൈസർ, ഒരു ജെല്ലോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ഓൺ ആക്കുക, നന്നായിട്ട് റൗണ്ടിൽ നമ്മുടെ കംപ്ലീറ്റ്ലി ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുക. ഇത് മസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കുറേ ചീപ്പർ വേർഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് ഇലക്ട്രിക് റേസേഴ്സ് ഉണ്ട്. ഇത് ബെസ്റ്റ് നോക്കി നിങ്ങൾ വാങ്ങുക, നല്ല റിവ്യൂകൾ നോക്കി വാങ്ങുക കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് നമ്മൾ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് നാൾ യൂസ് ചെയ്യുന്നു പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മൾ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ബാരൂൺ നല്ലൊരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക. അതേപോലെ നമുക്ക് വാലറ്റിലും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അടിപൊളി സാധനമാണ്. ഫേഷ്യൽ റേസേഴ്സ്, വാക്സിങ്, ത്രെഡിങ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ ഫേഷ്യൽ ഇലക്ട്രിക് ട്രിമ്മേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ലേസർ ചെയ്യാനായിട്ട് അഫോർഡബിൾ ആയിരിക്കണമെന്നില്ല. സോ അത് കഴിഞ്ഞാലുള്ള ബെസ്റ്റ് അഫോർഡബിൾ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.